തുടരുകയാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജികളിലെ വസ്തുതകൾ വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകുന്നത്. അരവിന്ദ്, SIR നടപടികൾ നിർത്തിവെക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അങ്ങനെയുള്ള SIR ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം എത്രത്തോളം പ്രസക്തമാണ്? ഒരു തൽസ്ഥിതി റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കുവാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഹർജികളായിരുന്നു ഇന്ന് പ്രധാനമായും ഉന്നയിച്ചത്. ആദ്യം പുതുച്ചേരിയിൽ SIR-നെതിരെയുള്ള ഹർജികൾ ഉന്നയിച്ചപ്പോഴാണ് കേരളം അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം, ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം SIR നീട്ടിവെക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയത് 22 ദിവസത്തിനകം 50% വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്തു എന്നതാണ്. 8 ദിവസം മാത്രമാണ് SIR നടപടികൾ പൂർത്തിയാക്കാൻ ബാക്കി നിൽക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം കമ്മീഷൻ പറയുന്നതല്ല കേരളത്തിലെ സാഹചര്യമെന്ന് ഇപ്പോൾ കേരളം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെ പറയാനാകുമെന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ CPI അടക്കമുള്ള പാർട്ടികൾ, CPI CPM അടക്കമുള്ള പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് SIR നടപടികൾക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാനും അതുപോലെ തന്നെ തിങ്കളാഴ്ചക്കകം ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാനുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ഇടപെടൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കാരണം പ്രധാനമായും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടികൾ ആവശ്യപ്പെട്ടത് ഭരണഘടനാ വിരുദ്ധമായാണ് SIR നടപടികൾ മുന്നോട്ട് പോകുന്നത്, അത് തടയണമെന്നതാണ്. എന്തായാലും അത്തരമൊരു നടപടികളിലേക്കൊന്നും ഇപ്പോൾ സുപ്രീം കോടതി കടന്നിട്ടില്ല. ഇതിലൊരു സത്യവാങ്മൂലം തിങ്കളാഴ്ചയ്ക്കകം സമർപ്പിക്കണം, അതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ട് കൂടി സമർപ്പിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നൗഫൽ. അരവിന്ദ്, കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇതിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം SIR നടപടികൾ പൂർത്തിയായി എന്നുള്ളതായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരം പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇവിടുത്തെ BLOമാരുടെ മാനസിക സമ്മർദ്ദം, ആത്മഹത്യ തുടങ്ങിയ വിവരങ്ങളൊക്കെ ആ റിപ്പോർട്ടിന്റെ ഭാഗമാകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത് ഒരു അനുകൂല വിധിയിലേക്ക് പോകാനുള്ള സാധ്യത, ഒരു പ്രതീക്ഷ കേരളത്തിനുണ്ടാകില്ലേ? ഇനി ഡിസംബർ 2-നാണ് ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുക. അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം, അതുപോലെ തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കണം. അത് പരിശോധിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തും. കാരണം കേരളത്തിൽ SIR നടപടികളിലെ മെല്ലെപ്പോക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ സുപ്രീം കോടതിയുടെ നിലപാട് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആദ്യം ഇന്ന് ഈ ഹർജികൾ, കേരളത്തിന്റെ ഹർജികൾ മാത്രം പ്രത്യേകം പരിഗണിക്കുമെന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ ബെഞ്ച് ഇരുന്നപ്പോൾ തന്നെ പുതുച്ചേരിയും അതുപോലെ തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഉന്നയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യത്യസ്ത സാഹചര്യമാണെന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പടക്കം നടക്കാൻ പോകുന്ന സാഹചര്യമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. തമിഴ്നാട്ടിലും തൽസ്ഥിതി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലെയും തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാനും അതുപോലെ തന്നെ കൃത്യമായി വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേരളം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം SIR നടപടിയുടെ മെല്ലെപ്പോക്കടക്കം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലൊരു അനുകൂല വിധി ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഉള്ളത്. ഇനി ഡിസംബർ 2 ആയിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക. അതിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൗഫൽ. അരവിന്ദ്, കേരളത്തിന്റെ വാദം എന്തൊക്കെയാണ്? കേരളം ഈ SIR നീട്ടിവെക്കണം അല്ലെങ്കിൽ SIR നിർത്തിവെക്കണം എന്നുള്ള കേരളത്തിന്റെ വാദം എന്തൊക്കെയാണ്? നഫൽ, സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒരേ സമയത്ത് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണെന്ന്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഈ ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അത് 2 തവണ, കാരണം ഡൽഹിയിൽ വെച്ച് യോഗം നടന്നപ്പോഴും അറിയിച്ചിരുന്നു, അതോടൊപ്പം തന്നെ അല്ലാതെ കത്തയച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അനുകൂല നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ BLOമാർ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ് ഇത്രയും പെട്ടെന്ന്. കാരണം വലിയ രീതിയിൽ
സമയമെടുത്ത് പൂർത്തിയാക്കേണ്ട ഒരു നടപടിയാണ് SIR എന്ന് പറയുന്നത്. പക്ഷേ 3 മാസം എന്ന സമയപരിധി അത് BLO മാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം നൽകുന്നു. BLO മാരുടെ ആത്മഹത്യകളടക്കം ഇന്ന് ഹർജിക്കാർ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ CP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോടതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് SIR നടപടികൾ ഭരണവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ ഉടനടി സ്റ്റേ ചെയ്യണമെന്നാണ്. എന്തായാലും അടിയന്തര സ്റ്റേ എന്നുള്ള ആവശ്യത്തിലേക്കൊന്നും സുപ്രീം കോടതി പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ SIR പ്രക്രിയയ്ക്ക് യാതൊരുവിധ തടസ്സവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തടസ്സം നേരിടുന്നില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലവും മറുപടിയും പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വാദങ്ങളും അതുപോലെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുക. എന്തായാലും SIR നടപടികൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യം കേരളം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ആവശ്യം ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഡിസംബർ 2-നാകും ഇതിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് അടക്കം കോടതി എത്തുക. നൗഫൽ, തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായല്ലോ. എന്താണ് അതിലെ പോയിന്റ്? കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ കാലാവസ്ഥ അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളാണ് തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം SIR നടപടികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അനാവശ്യമായ പ്രശ്നങ്ങളുണ്ട്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായാണ് SIR നടപടികൾ മുന്നോട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായും അതുപോലെ തന്നെ SIR നടപടികളുമായി ബന്ധം ഒന്നുമില്ല എന്ന് തന്നെ